ഒരു 10 ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഹനാന് ഫസ്റ്റ് പറയേണ്ടത് ഇതായിരിക്കും, ചായ കുടിക്കാൻ പോകുന്ന പറയും. ആദ്യം ചായ കുടിക്കാൻ പോകും. ആ ചായ കുടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചായ കുടിച്ച് തീരുന്നതിന് മുമ്പ് ടർഫ് ബുക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ ടർഫിൽ പോവുക, ക്രിക്കറ്റ് കളിക്കുക. ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഫ്രണ്ട്സ് ആയിട്ട് അധികം കമ്പനി ഉണ്ടാവില്ല, പലരും ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകും. പക്ഷെ അത് നോക്കുമ്പോൾ സോ ലക്കി, ഞാനൊരു ഫ്രീഡം വൈഫ് ആണെന്നൊക്കെ. എന്താ ചെയ്യാ, അത്യാവശ്യം ഫ്രീഡം തരുന്ന ഒരു വൈഫിനെ എനിക്ക് കിട്ടും. കരയുന്നു. അല്ല, ആ കാര്യത്തിൽ ഞാൻ ലക്കിയാട്ടോ. കാരണം എല്ലാവരും അത്ര അങ്ങോട്ട് ഫ്രീഡം കൊടുക്കൂല. ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ടർഫല്ലേ, ലേറ്റ് ആവും. കാരണം ഓവർനൈറ്റ് ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. 11 to 1 o'clock ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ആള് വാതിൽ തുറന്നിട്ടുണ്ടല്ലോ. ചിലപ്പോൾ കുറച്ച് കുശുമ്പോ കാണിക്കും, എന്നാലും അതിലൊക്കെ തുറന്നിരും. അങ്ങനെ ആണോ? 3 മണിയൊക്കെ ആവും ചില ദിവസം. ഗെയിം കേട്ടോ. ബാസിൽക്കന്റെ വൈഫ് എല്ലാരും ഈ പറഞ്ഞ ഈ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, വൈഫുമാരായിട്ട് ഒരു ഫ്രണ്ട് സർക്കിൾ ഇപ്പുറത്തുണ്ട്. വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ബാസിൽ ചിലപ്പോ വൈഫ് ആയിട്ട് ഒരു എന്തെങ്കിലും പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പിക്ചർ നമ്മൾ എടുക്കണം. അതാണ് ഞാൻ നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കപ്പിൾസ് എന്തെങ്കിലും ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നോക്കി ഒരു ഫോട്ടോ ഇട്ടു ഓരൊക്കെ നടക്കണ കണ്ടോ, നമ്മളെന്താ ഇങ്ങനെ. ഓക്കെ, അതാണ് ഓക്കെ, ഞാനിങ്ങനെ അവൈലബിൾ ആയിട്ട് വരണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറഞ്ഞ സമയത്ത് നാട്ടിലുള്ളല്ലോ, അതുകൊണ്ടാണ് ആക്ക് ഞാൻ അത്ര അവൈലബിൾ അല്ല. ഞാൻ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കും. എങ്കിൽ കൂടി പാരലായിട്ട് ഞാൻ ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ എന്തൊക്കെ ഇനി നടത്തണം എന്ന് പ്ലാനിങ് ഉണ്ടോ? ഹസ്ബൻഡ് കൂടെ ഉണ്ട്. അപ്പൊ ഈ പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, ഫോട്ടോ പോലെ തന്നെ. ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. ഈ മറ്റേ ഇപ്പൊ നമ്മളെ വെഡിങ് ആനിവേഴ്സറി വരല്ലേ, എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ റീല്. ഈ ആള് കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പൊ ഫുഡ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണുമല്ലോ. അതാണ് ഇപ്പൊ എന്റെ ബോഡിയിൽ കാണുന്നത്. ഞാൻ വന്നപ്പോ തടിയില്ലായിരുന്നു. ആൾക്ക് മസ്റ്റ് ആയിട്ടും ഇത് നിർബന്ധം, ലൈഫിൽ എപ്പോഴും തോന്നിയിട്ടില്ല ഈ കാര്യം ഇല്ലാണ്ട് വിളിക്കാൻ പറ്റില്ല, അങ്ങനെ തോന്നിയ എന്ത് കാര്യം? ഫോൺ. ഞാൻ ഫുഡ് എന്ന് പറയുന്നത് വിചാരിച്ചു. ഫോൺ അതെന്താ? ഫുൾ ടൈം ഫോൺ. വീഡിയോ എടുക്കാണോ, എഡിറ്റിംഗ് ആണോ, അത് ഇൻസ്റ്റാഗ്രാമിലാണോ, ചാറ്റിലാണോ, എവിടെയാ? എല്ലാം കൂടി. വൈഫിന് ശ്രദ്ധിക്കുന്നുണ്ടോ? മലപ്പുറം അല്ലാതെ വേറെ സ്ഥലത്തൊന്നും ഇവിടെ പോയിട്ടില്ല. പക്ഷെ കൊച്ചി കാണാൻ വേണ്ടി കല്യാണം കഴിക്കേണ്ടി വന്നു. അങ്ങനെ കൊച്ചി കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നോ? ആള് കൊച്ചി കണ്ടിട്ടില്ല. ഒബിയസ്ലി ലുലുമാൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ലുലുമാൾ നമ്മളിവിടെ നിന്നൊക്കെ ടൂർ പോകുമ്പോഴേ ആൾക്കാർക്ക് ലുലുമാൾ പറഞ്ഞ ഇതൊരു ഷോപ്പിംഗ് മാൾ ആണെന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. ഇവരിത് കാഴ്ച ബംഗ്ലാവ് എന്നുള്ള മൂടാ. ഈ മലപ്പുറം സൈഡിലുള്ള ആൾക്കാരാണ് സാധാരണ അവിടെ പോവുക. അത് വേറെ ഒന്നുമില്ല, പാങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ മാള് എന്ന് പറയാൻ മാത്രം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ ഒരു മാള്, നല്ലൊരു മാളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം കൗതുകപ്പുറത്ത് എറണാകുളത്ത് പോകുക, ലുലുമാള് കാണാൻ നിൽക്കുന്നത് ഓള് വലിയൊരു ആഗ്രഹമായിരുന്നു.